ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കായ മൽഹാറിലെ 9ാമത്തെ ചാപ്റ്ററായ ചിടിയ എന്ന കവിതയാണ് വായിക്കാൻ പോകുന്നത്. ചിടിയ എന്ന് പറഞ്ഞാൽ കിളികൾ. ഇത് നമുക്ക് കവിതയിലേക്ക് കടക്കാം. पीपल की ऊंची डाली पर बैठी चिड़िया गाती है, तुम्हें याद क्या अपनी बोली में संदेश सुनाती है. കവി പറയുകയാണ്, പീപ്പൽ കി ഊഞ്ചി ഡാലി പർ, പീപ്പിൾ എന്ന് പറഞ്ഞാൽ ആൽമരം, ആൽമരത്തിൻ്റെ ഊഞ്ചി ഡാലി ഉയരത്തിലുള്ള കൊമ്പിൽ ഇരുന്ന് കിളി പാടുകയാണ്. തുമേ ഗ്യാത്ത് ക്യാ അപ്പിനി, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പിനി ബോലി മേ സന്ദേശ് സുനാത്തി ഹവ, ആ ചെടി അല്ല കിളി അവരുടെ ഭാഷയിൽ, അതിൻ്റെ ഭാഷയിൽ എന്ത് സന്ദേശമാണ് നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് കവി ചോദിക്കുകയാണ്. चिड़िया बेटी प्रेमी प्रीति की रीत हमें सिखलाती है, वह जग के बंदी मानव को മുക്തി മന്ത്ര ബത്തലാത്തി ഹെ. ചിടിയ അവിടെ ഇരുന്ന്, ചിടിയ ആ ഉയരത്തിലുള്ള കൊമ്പിലിരുന്ന് നമുക്ക് പ്രേമ പ്രീതിക്ക്, പ്രേം എന്ന് പറഞ്ഞാൽ സ്നേഹം, പ്രീതി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ്, അതിൻ്റെ രീതി ഹമേ സിഖ്ലാത്തി ഹെ, നമ്മളെ അത് പഠിപ്പിച്ച് തരികയാണ്. രീതി എന്ന് പറഞ്ഞാൽ വേ, നമ്മളെ പഠിപ്പിച്ച് തരികയാണ് കിളി അവിടെ ഇരുന്ന്. വ ജഗ് കെ ബന്ദി മാനവ് കോ, അത് ജഗ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ബന്ധിക്കപ്പെട്ട പ്രിസണറായ അല്ലെങ്കിൽ തടവുകാരനായ, മാനവ് എന്ന് പറഞ്ഞാൽ മനുഷ്യരെ എന്താ മുക്തി മന്ത്ര ബത്തലാത്തി ഹെ, ഈ ലോകത്തിങ്ങനെ ബന്ദികളായ അല്ലെങ്കിൽ തടവുകാരായ പ്രിസണറായിട്ടുള്ള മനുഷ്യർ പ്രിസണേഴ്സ് ആണെന്നാണ് പറയുന്നത്, അവർക്ക് മുക്തി മന്ത്രം പറഞ്ഞു കൊടുക്കുകയാണ് ഈ കിളി ഇരുന്നിട്ട്. वन में जितने पंछी है खंजन कपोत चात कोकिला काक हंस शुग आदि वास करते सब आपस में हिलमिल. ഈ കാട്ടിൽ എന്തൊക്കെ കിളികളുണ്ടാവും, എന്തൊക്കെയാ? ഖഞ്ചൻ എന്ന് പറഞ്ഞാൽ വാലാട്ടി പക്ഷി, കപ്പോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാവ്, ചാതക് എന്ന് പറഞ്ഞാൽ ഒരു തരം കുയിലാണ്, അതുപോലെ തന്നെ കോക്കില അതും കുയിലാണ്. കാക്ക് എന്ന് പറഞ്ഞാൽ കാക്ക, ഹംസ് എന്ന് പറഞ്ഞാൽ ഹംസം സ്വാൻ, ഷുഗ് എന്ന് പറഞ്ഞാൽ പാരറ്റ് തത്ത. ബാക്കിയുള്ള എല്ലാ കിളികളും എന്താ ഒന്നിച്ച് സ്നേഹത്തോടെ അവർ ഹിൽമിൽ നിന്ന് ടുഗെദർ അവർ ജീവിക്കുന്നു വനത്തിൽ. സബ് മിൽജുൽ കർ രഹത്തെ ഹേ വേ സബ് മിൽജുൽ കർ ഖാത്തെ ഹേ, ആസ്മാൻ ഹി ഉൻകാ ഘർ ഹേ ജഹാ ചാത്തെ ജാത്തെ ഹേ. എല്ലാവരും മിൽജുൽ കർ എന്ന് വെച്ചാൽ ടുഗെദർ, എല്ലാവരും ഒന്നിച്ചാണ് സ്റ്റേ ചെയ്യുന്നത്, രഹത്തെ എന്ന് വെച്ചാൽ സ്റ്റേ ചെയ്യുന്ന താമസിക്കുന്നത്, അതുപോലെ എല്ലാവരും ഒന്നിച്ചാണ് ഫുഡ് കഴിക്കുന്നത്. ആസ്മാൻ ഹി ഉൻകാ ഘർ, ആകാശമാണ് അവരുടെ വീട്, ജഹാ ചാതെ ഹെ, എവിടെയാണോ അവർ ആഗ്രഹിക്കുന്നത് അവരവിടേക്ക് പോകുന്നു. रहते जहाँ वहाँ वे अपनी दुनिया एक बसाते हैं, दिन भर करते काम रात में पेड़ों पर सो जाते हैं. രഹത്തെ ജഹ, എവിടെയാണോ അവർ താമസിക്കുന്നത്, വഹാ അപ്പിനി ദുനിയ, അവിടെ അവരവരുടെ ഒരു ലോകം, ബസാത്തെ ഹെ ഉണ്ടാക്കുന്നു. അവരെവിടെയാണോ ജീവിക്കുന്നത് അവരവിടെ ഒരു അവരുടെ സ്വന്തം ലോകം ഉണ്ടാക്കുന്നു. ദിൻഭർ കർത്തെ കാം രാത് മേ പേടോം പർ സോ ജാത്തെ ഹെ, രാവിലെ മുഴുവൻ പണിയെടുത്തിട്ട് രാത്രിയാകുമ്പോൾ എന്താ മരത്തിലിരുന്ന് ഉറങ്ങുന്നു. ഉനിക്കെ മനമേ ലോഭ നഹി പാപ് നഹി പർവാ നഹി, ജഗ് കാ സാരാ മാൽ ഹടപ് കർ ജാനെ കി ബി ചാഹ് നഹി. അവരുടെ മനസ്സിലെന്താ ലോഭ് നഹി, ലോഭ് എന്ന് പറഞ്ഞാൽ ഗ്രീഡ്, അത്യാഗ്രഹമൊന്നും അവരുടെ മനസ്സിലില്ല. പാപ് നഹി, മോശമായ ചിന്തകളൊന്നും അവരുടെ മനസ്സിലില്ല. അതുപോലെ തന്നെ പർവാ നഹി, കെയർ, അവർക്കൊന്നിനെക്കുറിച്ചും വലിയ കെയർ ഒന്നുമില്ല. ജഗ് കാ സാരാ മാൽ ഹടപ് കർ ജാനെ കി ബി ചാഹ് നഹി, ജഗ് കാ എന്ന് വെച്ചാൽ ലോകത്തിലെ എല്ലാ, മാൽ എന്ന് വെച്ചാൽ എല്ലാ സാധനവും, ഹടപ്ന എന്ന് പറഞ്ഞാൽ സ്നാച്ച്, പിടിച്ചു പറിക്കുക, ജാനെ കി ബി ചാഹ്, ഈ ലോകത്തെ എല്ലാ സാധനവും പിടിച്ചു പറിച്ച് എങ്ങോട്ടെങ്കിലും പോകാനുള്ള ആഗ്രഹവും അവർക്കുള്ളിലില്ല. ജോ മിൽത്താ ഹെ അപ്നെ ശ്രമം സെ ഉത്നാ ഭർ ലേത്തെ ഹെ, ബച്ച് ജാത്താ ജോ ഓരോ കെ ഹിത് ഉസെ ഛോഡ്വേ ദേത്തെ ഹെ. ജോ മിൽത്താ ഹെ അപ്നെ ശ്രമം സെ, അവരുടെ പരിശ്രമം കൊണ്ട് അവർക്ക് എന്താണോ ലഭിക്കുന്നത്, ഉത്നാ ഭർ ലേത്തെ ഹെ, അത്രയും മാത്രം അവർ എടുക്കുന്നു. ബച്ച് ജാത്ത ജോ ഓരോ കെ ഹിത് ഉസേ ഛോഡ്വേ ദേത്തെ ഹെ, ബാക്കിയുള്ളതോ അവരെന്ത് ചെയ്യും, മറ്റുള്ളവർക്ക് വേണ്ടി, ഓരോ കെ ഹിത് മറ്റുള്ളവരുടെ നല്ലതിന് വേണ്ടി, ഉസേ ഛോഡ്വേ ദേത്തെ ഹെ, അത് അവരവിടെ വെച്ചിട്ട് പോകും. ആവശ്യമുള്ളത് മാത്രം, അവർക്ക് അർഹിക്കപ്പെട്ടത് മാത്രം അവർ എടുക്കുകയുള്ളൂ. അവർക്ക് അത്യാഗ്രഹമില്ല, അതുകൊണ്ട് അവരെല്ലാം എടുത്തിട്ട് പോകാനൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. സീമാഹീന ഗഗൻമേ ഉടുത്തെ നിർഭയ് വിചരൺ കർത്തേ ഹേ,
नहीं कमाई से औरों की अपने घर वे भरते हैं. സീമാഹീന ഗഗൻ മേ, സീമാഹീൻ എന്ന് വെച്ചാൽ സീമയില്ലാത്ത ലിമിറ്റ്ലെസ് ആയിട്ടുള്ള, ഗഗൻ എന്ന് പറഞ്ഞാൽ ആകാശം, ആകാശത്തിൽ അവർ ഉടുത്തേ, അവരിങ്ങനെ പറന്നുയരുന്നു. നിർഭയ് വിചരൻ കർത്തേ, ഒരു പേടിയില്ലാണ്ട്, വിചരൻ എന്ന് വെച്ചാൽ ഇങ്ങനെ പറന്ന് നടക്കുക. അവരിങ്ങനെ ഒരു പേടിയുമില്ലാതെ ഈ ലിമിറ്റ്ലെസ് ആയിട്ടുള്ള ആകാശത്തിൽ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. നെയ് കമായി സേ ഓരോങ്കി അപ്ന ഘർ വേ ഭർത്തേ ഹെ. നെയ് കമായി എന്ന് വെച്ചാൽ ഏർണിങ്സ്, മറ്റൊരാൾ ഉണ്ടാക്കിയ പൈസ. ഓരോങ്കി അപ്നെ ഘർ വേ ഭർത്തേ ഹെ, അതായത് മറ്റൊരാൾ ഉണ്ടാക്കിയ പൈസ കൊണ്ട്, അല്ലെങ്കിൽ അവർ ഏൺ ചെയ്ത സാധനം കൊണ്ട് കിളി തൻ്റെ വീട് ഒരുക്കുന്നില്ല, അല്ലെങ്കിൽ നിറയ്ക്കുന്നില്ല. അതായത് മറ്റൊരാളുടെ ഒരു സാധനവും ഒരു കിളികൾ എടുക്കാറില്ല എന്ന്. വേ കേത്തെ ഹെ മാനവ് സീഖോ തും ഹംസെ ജീന ജഗ് മേ, ഹം സ്വച്ഛന്ദ ഓർ ക്യോ തുമ്നെ ഡാലി ഹെ ബേഡി പഗ് മേ. അതായത് കിളികൾ മനുഷ്യരോട് പറയുകയാണ്, വേ കേത്തെ ഹെ, അവർ പറയുകയാണ്, മാനവ് മനുഷ്യ, സീഖോ തും ഹംസെ ജീന ജഗമേ, നീ ഞങ്ങളെ കണ്ട് പഠിക്കൂ, എങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കൂ. ഹം സ്വച്ഛന്ദ ഓർ, നമ്മൾ ഫ്രീ ആണ്, ഞങ്ങൾ കിളികൾ ഫ്രീ ആണ്. ക്യോ തുമ്നെ ഡാലി ഹെ ബേഡി പഗ്മേ, നീ എന്തിനാണ് നിൻ്റെ കാലുകളിൽ, പഗ് എന്ന് പറഞ്ഞാൽ പേരോമേ, ബേഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്ങല, നീ എന്തിനാണ് നിങ്ങളുടെ കാലിൽ ചെങ്ങല കെട്ടിയിട്ടിരിക്കുന്നത്, ഞങ്ങൾ ഫ്രീ ആണ്, ഞങ്ങളെ കണ്ട് പഠിക്കൂ ഈ ലോകത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. तुम देखो हमको फिर अपनी सोने की कड़ियाँ तोड़ो, ओ मानव तुम मानवता से द्रोह भावना को छोड़ो. കിളികൾ പറയാണ്, തും ദേക്കോ ഹംകോ, നിങ്ങൾ ഞങ്ങളെ നോക്കൂ, ഞങ്ങളെ കാണൂ. ഫിർ അപ്നി സോനേക്ക് കടിയാത്തോട്, പിന്നെ നിങ്ങൾ നിങ്ങളുടെ സോനയെന്ന് പറഞ്ഞാൽ, സോന എന്ന് പറഞ്ഞാൽ ഗോൾഡ്, കി കടിയാന്ന് വെച്ചാൽ ചെങ്ങലകൾ എന്താണ്, പൊട്ടിക്കൂ, തോടോ. ഓ മാനവ് തും മാനവതാസെ ദ്രോഹ ഭാവനക്കോ ചോടോ, നിങ്ങൾ മാനവത എന്ന് വെച്ചാൽ ഹ്യൂമാനിറ്റിയിൽ നിന്ന് ദ്രോഹ ചിന്തയൊക്കെ ഉണ്ടാവില്ലേ, മറ്റുള്ളവർ എന്തെങ്കിലും മോശം ചെയ്യുക, അല്ലെങ്കിൽ ലാലച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രീഡ്, അത്യാഗ്രഹം, അതൊക്കെ വിടൂ. പീപ്പൽ की डाली पर चिड़िया यह सुनाने आती है, बैठी घड़ी भर हमें चकित कर गाकर फिर उड़ जाती है. പീപ്പൽ കി ഡാലി പർ ചിടിയ, ഈ ആൽമരത്തിൻ്റെ കൊമ്പിൽ ഈ കിളികൾ വന്ന് ഇങ്ങനെ ഇരുന്ന് ഇതെല്ലാം പറഞ്ഞു തരികയാണ് നമുക്ക്. എന്നിട്ടെന്താ, ഇതെല്ലാം പാടി പറഞ്ഞു തന്നിട്ട് അത് ഉടിജാത്തി, അത് പിന്നീട് പാറിപ്പോകുന്നു. ഈ കവിത എഴുതിയത് R.C. പ്രസാദ് സിംഗ്. നമുക്ക് കവിയെക്കുറിച്ച് വായിക്കാം. कवि से परिचय. R.C. प्रसाद सिंह प्रकृति और जीवन संघर्षों को अपनी रचनाओं में प्रमुखता से चित्रित करने वाले कवि हैं. R.C. പ്രസാദ് സിംഗ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ പ്രകൃതിയെക്കുറിച്ചും ജീവിത സംഘർഷങ്ങളെക്കുറിച്ചും ഒക്കെ ചിത്രണം ചെയ്യാറുണ്ട്. वे अपनी रचनाओं में प्रेम, करुणा, त्याग, बलिदान, मुक्ति और मिलजुल कर एक सुंदर संसार रचने की कल्पना करते रहे हैं. അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ സ്നേഹത്തിനെക്കുറിച്ചും കരുണയെക്കുറിച്ചും ത്യാഗത്തിനെയും ബലിദാനം ചെയ്യുന്നതിനെക്കുറിച്ചും മുക്തിയെക്കുറിച്ചും പിന്നെ ഒന്നിച്ച് എല്ലാവരും ജീവിച്ചൊരു നല്ല സുന്ദരമായ ലോകം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുമൊക്കെ എഴുതാറുണ്ട് അദ്ദേഹത്തിൻ്റെ രചനകളിൽ. ജैसे कि चिड़िया कविता में भी अपने पढ़ा. അപ്പം നമ്മൾ ഈ കവിതയിൽ വായിച്ചതുപോലെ തന്നെ उन्होंने चिड़ियों के माध्यम से कहा कितनी सुंदर बात कही है. चिड़िया बैठी प्रेम प्रीति की रीति हमें सिखलाती है. वह जग के बंदी मानव को मुक्ति मंदिर बतलाती है. कलापी और आरसी उनके चर्चित कविता संग्रह है. ഈ കവിതയിൽ നമ്മൾ കണ്ടതുപോലെ കിളികൾ നമ്മളെ എന്താണ് പ്രേമപ്രീതി, സ്നേഹവും ഫ്രണ്ട്ഷിപ്പും പഠിപ്പിക്കുന്നതും അതുപോലെ തന്നെ ജഗക്കെ ബന്ദി മാനവക്കോ, ലോകത്തിങ്ങനെ പ്രിസണേഴ്സായി ജീവിക്കുന്ന മനുഷ്യർക്ക് മുക്തി മന്ത്രം പറഞ്ഞു തരുന്നു. കിളികളിലൂടെയാണ് അദ്ദേഹം നമുക്ക് ഈ മെസ്സേജ് തരുന്നത്. അതുപോലെ കലാപിയും ആരസിയും അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള കവിതാ കളക്ഷൻസാണ്. നിങ്ങൾക്ക് ഈ കവിത മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു.